ഹായ്. തുടരും കണ്ടു. ഇന്നലെ തന്നെ കണ്ടു. ശരിക്കും പറഞ്ഞാൽ 2 തവണ കണ്ടു. പക്ഷേ റിവ്യൂ പോസ്റ്റ് ചെയ്യാൻ പറ്റിയില്ല. എന്താ പറയുക, നമ്മൾ പ്രതീക്ഷിച്ചതിലപ്പുറം ലഭിക്കുമ്പോൾ കിട്ടുന്നൊരു സന്തോഷം. ശരിക്കും പറഞ്ഞാൽ 15 വർഷത്തിന് ശേഷം മോഹൻലാൽ എന്ന നടൻ, എന്ന പെർഫോമർ ഇങ്ങനെ കളം നിറഞ്ഞ് കഥാപാത്രമായിട്ട് നിറഞ്ഞാടുന്നത് കണ്ട് മനസ്സറിഞ്ഞ് കൈയടിച്ചിറങ്ങി വരുമ്പോൾ കിട്ടുന്നൊരു സന്തോഷം. അതാണ് തുടരും. ശരിക്കും പറഞ്ഞാൽ ബ്രഹ്മരത്തിലെ ശിവൻകുട്ടിക്ക് ശേഷം ലാലേട്ടൻ ചെയ്യുന്ന ഏറ്റവും ഇൻറ്റൻസ് ആയിട്ടുള്ള ക്യാരക്ടർ ആൻഡ് പെർഫോമൻസ്. അതാണ് ഷൺമുഖം ഇൻ തുടരും. താങ്ക് യു തരുൺ മൂർത്തി. ശരിക്കും പറഞ്ഞാൽ വെൻ ദ റൈറ്റ് ഫിലിം മേക്കർ വിത്ത് ദ റൈറ്റ് സ്ക്രിപ്റ്റ് ഗെറ്റ്സ് മോഹൻലാൽ, ദിസ് ഇസ് വാട്ട് ഹാപ്പൻസ്. അതാണ് തുടരും നമുക്ക് കാണിച്ചു തരുന്നത്. പിന്നെ ഇതിൽ മോഹൻലാൽ ശോഭന കെമിസ്ട്രിയിലേക്ക് വന്നു കഴിഞ്ഞാൽ അവരുടെ ഈ പ്രായത്തെ, ഈ ഒരു കാലഘട്ടത്തെ ലെഗസിയെ ബഹുമാനിച്ചുകൊണ്ട് വളരെ വൃത്തിയായിട്ട് അവരുടെ ഒരു കോമ്പിനേഷൻ ഷോക്കേസ് ചെയ്തിട്ടുണ്ട്. അതുപോലെ ശോഭന മാം ആസ് ലളിത, പെർഫെക്റ്റ് കാസ്റ്റിംഗ് ആയിരുന്നു. കാരണം ലളിത ജസ്റ്റ് ഒരു ലാലേട്ടൻ്റെ പെയർ എന്നതിലും ഉപരി ഭയങ്കര ഒരു അതോറിറ്റി, ഒരു ഇൻറ്റഗ്രിറ്റി ഫീൽ ചെയ്യുന്നൊരു പവർഫുൾ ക്യാരക്ടറാണ്. അപ്പോൾ തീർച്ചയായിട്ടും അത് ക്യാരി ചെയ്യാൻ, അത് ഷോൾഡർ ചെയ്യാൻ ശോഭന മാമിനെ പോലുള്ളൊരു പവർഫുൾ പേഴ്സണൊക്കെ പറ്റുള്ളൂ. അപ്പോൾ അത് പെർഫെക്റ്റ് കാസ്റ്റിംഗ് ആയിരുന്നു. പിന്നെ അതുപോലെ പ്രകാശ് വർമ്മ, ഡെബ്യൂട്ടൻറ്റ് ആക്ടർ, എന്താ പറയുക, ഹി ജസ്റ്റ് നെയിൽഡ് ഇറ്റ്. ക്രൂവൽ, കോൾഡ് ബ്ലഡഡ്, സ്മൈലിംഗ് സിനിമാറ്റിക് വില്ലൻ, അതും ലാലേട്ടൻ്റെ ഓപ്പോസിറ്റ്. ഉറപ്പായിട്ടും മലയാള സിനിമയിൽ ഒരുപാട് അവസരങ്ങൾ ഇനി അദ്ദേഹത്തെ തേടിയെത്തും. ജസ്റ്റ് സൂപ്പർബ് ആക്ടർ. അതുപോലെ ചെറിയ കഥാപാത്രങ്ങൾ ചെയ്ത ഒരുപാട് ആക്ടേഴ്സ്, മണിയമ്പിള്ള രാജു, ഇർഷാദ്, അതുപോലെ ആനന്ദത്തിൽ അക്ഷയ് എന്നുള്ള ക്യാരക്ടർ ചെയ്തിട്ടുള്ള പയ്യൻ, പിന്നെ ലാലേട്ടൻ്റെ മകളായി അഭിനയിച്ച പെൺകുട്ടി, അതുപോലെ 1-2 തമിഴ് ആക്ടേഴ്സ്, പിന്നെ ചെറിയ ചെറിയ കോമഡി സ്കിറ്റുകളിൽ കണ്ടിട്ടുള്ള ചെറിയ ആക്ടേഴ്സ്, അവരെല്ലാം അവരവരുടെ റോളുകൾ ഭംഗിയായിട്ട് നിർവഹിച്ചിട്ടുണ്ട്. പിന്നെ ടെക്നിക്കലി പറഞ്ഞു കഴിഞ്ഞാൽ KR സുനിലിൻ്റെ സ്ക്രിപ്റ്റ് ബ്രില്യൻ്റ് ആയിരുന്നു. കാരണം അദ്ദേഹത്തിൻ്റെ സ്ക്രിപ്റ്റിലുള്ള ക്യാരക്ടർ ഡീറ്റെയിലിംഗ്, അവരുടെ ബാക്ക് സ്റ്റോറീസ്, എസ്റ്റാബ്ലിഷ്മെൻറ്റ്സ്, അതൊക്കെ എനിക്ക് തോന്നുന്നു എസ്പെഷ്യലി ടുവേർഡ്സ് ദ എൻഡ് ഈ ലാലേട്ടൻ്റെ ക്യാരക്ടർ കൊടുത്തിട്ടുള്ള ബാക്ക് സ്റ്റോറി ശരിക്കും ആ സിനിമയെ ഒരു സൂപ്പർഫിഷ്യലാക്കി മാറ്റാതെ അതിൻ്റെ ഒരു നറേറ്റീവിന് ഭയങ്കര ഇമോഷണൽ വെയിറ്റ് കൊടുക്കുന്നുണ്ട് KR സുനിലിൻ്റെ സ്ക്രിപ്റ്റ്. പിന്നെ അതുപോലെ PV ഷാജികുമാറിൻ്റെ ഫ്രെയിംസ് ബ്യൂട്ടിഫുൾ ആയിരുന്നു. പിന്നെ ജെയ്ക്സ് ബിജോയുടെ BGM സോങ്സ് ആയാലും സ്കോർ ആയാലും പുള്ളി പൂണ്ട് വിളയാടിയിട്ടുണ്ട്. എസ്പെഷ്യലി ടുവേർഡ്സ് സെക്കൻഡ് ഹാഫ് ഫോക്ലോറൊക്കെ എന്ത് ബ്യൂട്ടിഫുൾ ആയിട്ടാണ് പുള്ളി സ്കോറിലേക്ക് ബ്ലെൻഡ് ചെയ്തിരിക്കുന്നത്. പിന്നെ എബവ് ഓൾ ദ ക്യാപ്റ്റൻ ഓഫ് ദ ഷിപ്പ് തരുൺ മൂർത്തി, ശരിക്കും പറഞ്ഞാൽ ഹിസ് കരിയർ ബെസ്റ്റ് ടിൽ ഡേറ്റ്. ഒരു ലാലേട്ടനെ പോലൊരു ലെജൻഡിൻ്റെ ഡേറ്റ് കിട്ടിയാൽ ഒരു കോണ്ടംപററി ഫിലിം മേക്കർ എങ്ങനെ യൂസ് ചെയ്യണം എന്നുള്ളതിൻ്റെ ഒരു എക്സാമ്പിളാണ് തരുൺ മൂർത്തി. ബ്രില്യൻറ്റ്. പിന്നെ സിനിമയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ ഫസ്റ്റ് ഹാഫ് ഫുൾ ത്രൂ ഔട്ട് ഫീൽ ഗുഡാണ്. അതായത് ലാലേട്ടൻ്റെ ശോഭനായിട്ടുള്ള ഫാമിലി ഇമോഷൻസ്, അതുപോലെ മറ്റ് പല ക്യാരക്ടേഴ്സുമായിട്ടുള്ള ക്യാരക്ടർ എസ്റ്റാബ്ലിഷ്മെൻറ്റ്സ്, റിലേഷൻഷിപ്പ് ബിൽഡിങ്, പിന്നെ കുറച്ച് നൈസ്ലി പ്ലേസ്ഡ് ആയിട്ടുള്ള കോമഡീസ്, അതുപോലെ ലാലേട്ടൻ്റെ തന്നെ മോസ്റ്റ് ട്രോൾഡ് ആയിട്ടുള്ള കുറേ ഡയലോഗ്സിൻ്റെ നല്ല അടിപൊളി സ്പൂഫിങ്, ഒട്ടും ഫോഴ്സ്ഡായി തോന്നിക്കാത്ത രീതിയിലുള്ള സ്പൂഫിങ്. പിന്നെ ഇൻ്റർവെല്ലോട് കൂടി പടത്തിന് ഡ്രാസ്റ്റിക് ആയിട്ടുള്ളൊരു ജോണർ ഷിഫ്റ്റ് സംഭവിക്കുകയാണ്. പിന്നെ അവിടുന്ന് അങ്ങോട്ട് സെക്കൻഡ് ഹാഫ് ഫുൾ വളരെ ഇൻറ്റൻസ് ആയിട്ടുള്ള മൈൽഡ്ലി ഡിസ്റ്റർബിംഗ് ആയിട്ടുള്ള ഒരു 16+ കണ്ടൻ്റാണ്. അതായത് ഈ പോലീസ് അട്രോസിറ്റീസിൻ്റെയും കസ്റ്റോഡിയൽ വയലൻസിൻ്റെയും ഒക്കെ ഒരു ഹാർഡ് ഹിറ്റിംഗ് വേ, ലൈക്ക് വിസാരണയെ പോലെ അങ്ങനെ ഒരു ഗ്രാഫിക്കലി ഭയങ്കര ബ്രൂട്ടലായിട്ട് അല്ലെങ്കിലും കോണ്ടന്റ് വൈസ് അല്ലെങ്കിൽ ഡയലോഗ് വൈസ് കുറച്ച് ഹാർഡ് ഹിറ്റിംഗ് ആണ്. അതുകൊണ്ട് ഇപ്പോൾ കുട്ടികളെയൊക്കെ കൂട്ടിയിട്ട് ഭയങ്കര ഫീൽ ഗുഡ് പ്രതീക്ഷിച്ച് പോകുന്നവർ ഒന്ന് എക്സ്പെക്റ്റഡ് ആയിട്ട്, ഭയങ്കര സെൻസിറ്റീവ് ആയിട്ടുള്ള കുറച്ച് ട്രോമാറ്റിക് ആയിട്ടുള്ളവർ ഒന്ന് ഇൻഫോംഡ് ആയിട്ട് പോകുന്നതായിരിക്കും നല്ലത്. എന്തായാലും ഓവറോൾ എന്നെ ഇത്രയധികം ഇമോഷണലി ഹുക്ക് ചെയ്തിട്ടുള്ള 2 മണിക്കൂർ 41 മിനിറ്റുള്ള സിനിമയാണ്. പക്ഷേ എവിടെയും ഒരു ഡ്രാഗോ, ഒരു ഡൗൺ ആയിട്ടുള്ള ഒരു മിസ്പ്ലേസ്ഡ് സീനോ, ഒരു ഫോഴ്സ്ഡ് സീനോ ഒന്നും എനിക്ക് ഫീൽ ചെയ്തില്ല. ത്രൂ ഔട്ട് ഐ വാസ് ഇമോഷണലി ഹുക്ക്ഡ് ഇൻ ടു ദ മൂവി. റിയലി എൻജോയ്ഡ്. വൺസ് അഗെയിൻ മലയാള സിനിമയുടെ അഭിനയത്തിൻ്റെ ഒറ്റയാൻ കാർഡ് ഇറങ്ങിയിട്ടുണ്ട്. താങ്ക് യു വൺസ് അഗെയിൻ. താങ്ക് യു സോ മച്ച് തരുൺ മൂർത്തി.